أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. സ്നേഹബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്ത്, അതിൻ്റെ 14-15 വചനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളെ ഇന്ന് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെയുള്ള പാഠഭാഗത്ത് ഒരു വിശ്വാസി കേവലം അവൻ്റെ നാവിലൂടെ സത്യസാക്ഷ്യം ഉരുവിട്ടത് കൊണ്ട് മാത്രം അവൻ പൂർണ്ണനായ തികഞ്ഞ ഒരു വിശ്വാസിയായി തീരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമൊക്കെ അങ്ങനെ തുടരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെയൊക്കെ അവൻ്റെ ഈമാനിൻ്റെ ബലത്താൽ അതിനെ അതിജീവിക്കാൻ അവന് കഴിയുമ്പോഴാണ് കൃത്യമായി അവൻ്റെ ഈമാനിനെ റബ്ബിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്താനാവുന്നത് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനാവുന്നത് എന്നുകൂടെ അവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസിയെ എപ്രകാരം അല്ലാഹു പരീക്ഷിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ ഏതാനും ചില താഴെയുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചേർത്ത് വായിക്കേണ്ടതായ ഏതാനും ജീവിതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് ധാരാളം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു പ്രവാചകനാണ് പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രമാണ് ഈ 14-15 വചനങ്ങളിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ആ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ വിശ്വാസത്തിന്റെ കരുത്തേകുന്ന ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ അയവിറക്കുന്നിടത്ത് പ്രതിപാദിക്കുന്നിടത്ത് പ്രബോധന മേഖലയിൽ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചവരെ പേരെടുത്ത് പറയുക എന്ന ശൈലി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൽ തന്നെ ആദ്യത്തെ റസൂലായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ പരാമർശിച്ചു കൊണ്ട് തുടങ്ങുന്ന ധാരാളം അധ്യായങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശൈലി ഈ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നുകൂടെ നമുക്ക് വായനയിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വലിയ യുഗം തന്നെ പരീക്ഷണങ്ങളുടെ പേമാരി വന്നിറങ്ങിയിട്ടുള്ള ഒരു പ്രവാചകനാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതാനും നിമിഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ വലിയ പരീക്ഷണങ്ങളായി പ്രതിസന്ധികളായി കണക്കാക്കുന്ന വിശ്വാസികളോടാണ് അല്ലാഹു പറയുന്നത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കൊല്ലമാണ് അദ്ദേഹം പ്രബോധനം ചെയ്തത്? അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടത് 950 വർഷക്കാലമാണെന്ന് അള്ളാഹു വചനത്തില് ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ സ്വീകരിച്ച ശൈലി വളരെ ചിന്തനീയമാണ്. നേർക്ക് നേരെ 950 വർഷം എന്ന് പറയുന്നതിന് പകരം വലിയൊരു കാലഘട്ടത്തെ കുറിക്കുന്ന 1000 വർഷം എന്ന നിലക്കുള്ള ഒരു നമ്പർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എണ്ണൽ സംഖ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് 50 കുറച്ച് പറയുന്ന ഒരു ശൈലിയാണ് അള്ളാഹു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കും എന്നുള്ളതാണ്. നൂറുകളുടെ കണക്കിനേക്കാൾ വലുതാണല്ലോ 1000ന്റെ കണക്കുകൾ. ആകയാൽ നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങളൊന്നും തന്നെ ഒരു വലിയ അനുഭവങ്ങളല്ല, പരീക്ഷണങ്ങളല്ല. അതിനേക്കാൾ എത്രയോ അനുഭവിച്ചവരാണ് ഈ പ്രവാചകന്മാർ. അതിന് ഉത്തമ ഉദാഹരണമാണ് പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയാനാണ്, ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ കാലയളവിന് വിശുദ്ധ ഖുർആൻ എല്ലാ പ്രവാചകന്മാരുടെയും കാലയളവിനെ, അവരുടെ ദൈർഘ്യത്തെ, പ്രബോധന സമയത്തെ പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല, പരാമർശിക്കുന്നില്ല. പക്ഷേ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധന കാലയളവിനെ പ്രത്യേകം പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ഈ ഒരു സന്ദേശത്തെ കൈമാറാനാണ് എന്നുകൂടെ തഫ്സീറുകളിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, പൊതുവെ മനുഷ്യര് സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ അത് കൂടിയ സമയമാണെങ്കിൽ പോലും
അത് പെട്ടെന്ന് തീർന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു, അതവർ വിചാരിക്കുന്നു. എന്നാൽ വിഷമങ്ങൾ വരുമ്പോൾ അത് കുറഞ്ഞ സമയത്താണെങ്കിൽ പോലും അതങ്ങനെ അനുഭവിക്കുന്നതെങ്കിലും അവരത് ഒരുപാട് നേരം അനുഭവിച്ചവരെ പോലെ അല്ലെങ്കിൽ അപ്രകാരം അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് മനുഷ്യർക്ക് അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിനുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇത്തരക്കാർക്ക് മുന്നിലാണ് അവനേക്കാൾ അല്ലെങ്കിൽ അവരെക്കാൾ എത്രയോ മടങ്ങ് വർഷങ്ങൾ ദുരിതമനുഭവിച്ച ഒരു മനുഷ്യനെ, ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 950 വർഷത്തിന്റെ പ്രബോധനം ചെയ്തിട്ടും അദ്ദേഹത്തിന്റെ ജനതയുടെ ഭൂരിപക്ഷത്തെ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ വചനത്തിന്റെ 2-ാം ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഫഅഖദഹുമുത് തൂഫാനു വഹും ളാലിമൂൻ എന്നുള്ളതാണ്. നൂഹ് നബിയിൽ വിശ്വസിച്ചവർ കേവലം 80ഓളം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രകാരന്മാർ കുറിച്ചു വെക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ മകനും ഭാര്യയും ഉണ്ടെങ്കിൽ ഒരാൾക്കും ഒരാളുടെയും കാര്യം ഇഹലോകത്ത് വെച്ചോ പരലോകത്ത് വെച്ചോ ഏറ്റെടുക്കാൻ കഴിയുന്നതല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ദുനിയാവിൽ വെച്ച് തന്നെ കഴിയുന്നില്ലെങ്കിൽ എന്നിട്ടല്ലേ പരലോകത്ത് അവരുടെ കാര്യം ഏറ്റെടുക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അല്ലെങ്കിൽ ഒരു വായന കൂടി ഇവിടെ അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ കൂടെ ആ രക്ഷപ്പെട്ടവരിൽ ഇല്ല എന്നുള്ള ആ ഒരു സംഗതിയെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ വചനത്തിൽ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് തൂഫാൻ എന്നുള്ളതാണ്. തൂഫാൻ എന്ന് പറഞ്ഞാൽ പ്രളയം, വെള്ളപ്പൊക്കം എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. തൊഫ, കര കവിഞ്ഞൊഴുകി എന്ന അർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്നാണ് ഈ പദം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ബനു ഇസ്രായേലിയരെ അള്ളാഹു പരീക്ഷിച്ച 9 ദൃഷ്ടാന്തങ്ങളെ പരാമർശിക്കുന്നിടത്ത് അവർക്ക് തൂഫാൻ, വെള്ളപ്പൊക്കം, ജലപ്രളയം നൽകിയിരുന്നത് എന്നും പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അക്രമികളുടെ അക്രമത്തിന് ഒരുപക്ഷെ അള്ളാഹു നിമിഷ നേരം കൊണ്ട് തന്നെ ശിക്ഷ നൽകുന്ന ഒരു പതിവ് ഒരുപക്ഷെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിലോ ഒരൽപ്പം സാവകാശം നീട്ടി നൽകുന്ന ഒരു രീതിയും എന്നിട്ട് അവരെ പിടികൂടുന്ന ഒരവസ്ഥയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. നൂഹ് നബിയുടെ ജനതക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സാവകാശത്തെയും ഈ വചനത്തിൽ സൂചിപ്പിച്ച വർഷം, അതായത് 950ഓളം വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിന് അള്ളാഹു നീട്ടിക്കൊടുത്ത സാവകാശത്തെയും നമുക്ക് ബോധ്യപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ്. ചിലപ്പോൾ ചിലരുടെ കാര്യത്തിൽ പൊടുന്നനെ അവരുടെ കാര്യം അള്ളാഹു ശിക്ഷ അവർ പിടികൂടുക എന്നുള്ളത്, ചിലരുടെ കാര്യത്തിൽ അള്ളാഹു സാവകാശം കാണിച്ചിട്ട് അങ്ങേയറ്റത്തെ ഒരു സമയം നൽകുക എന്നുള്ള ശൈലിയും അള്ളാഹുവിൻ്റെ പിടുത്തത്തിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നൂഹ് നബിയിൽ വിശ്വസിച്ചവരുടെ പരിസമാപ്തിയെ പറ്റിയാണ് പറയുന്നത്. അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. രക്ഷപ്പെടുത്തി. കപ്പലിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കപ്പലിലെ ആളുകളെ പറ്റിയാണ്. അതായത് വിശ്വാസികളും അവരുടെ കൂടെ അവരുടെ പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇവിടെ നാം അറിയേണ്ട ഒരു സംഗതി, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നാലും വിശ്വാസത്തിന്റെ കരുത്തിനാൽ പിടിച്ചു നിൽക്കുന്നവർക്ക് അതെത്ര ദൈർഘ്യമായി തോന്നിയാലും ശരി, പ്രതീക്ഷയുടെ ഒരു തുരുത്ത് അത് അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുക്കുമെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ഇവിടെ നമുക്ക് അള്ളാഹു അവരെ, ആ കപ്പലിന്റെ ആളുകളെ രക്ഷപ്പെടുത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്യോതി പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നങ്കൂരമിട്ട് രക്ഷപ്പെടാൻ നൂഹ് നബിക്കും വിശ്വാസികൾക്കും അള്ളാഹു സൗകര്യമൊരുക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരു രക്ഷാമാർഗം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു വിജയതീരം അവർക്കായി അള്ളാഹു ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, വിശ്വാസിക്ക് അവന്റെ കർമ്മങ്ങളുടെ അനന്തരഫലമായി അവന്റെ നന്മ അല്ലെങ്കിൽ അതിന്റെ വിജയം, അതിന്റെ ആസ്വാദനം, അതിന്റെ പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പിനെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവത്തിൽ നിന്ന് പാഠമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ വചനം അവസാനിക്കുന്നത് ആ സംഭവത്തെ മാലോകർക്ക് ദൃഷ്ടാന്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. വജഅൽനാഹ ആയത്തൻ ലിൽ ആലമീൻ എന്നുള്ളത്. ഇന്നും പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ സംഭവത്തെ സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടിട്ടും പറയുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച വിശേഷണം ആ സംഭവം ഒരു ദൃഷ്ടാന്തമാണ് എന്നത് തീർത്തും അനുയോജ്യമാണ് എന്നത് തന്നെയാണ്. മറ്റുള്ളവരുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറയുന്ന ആളുകൾക്ക്, തിന്മകളൊന്നും അള്ളാഹു കാണുകയോ പ്രതികരിക്കുകയോ ചെയ്യുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക്, കഷ്ടതകൾക്ക് യാതനകൾക്കും അപ്പുറം അള്ളാഹുവിൻ്റെ സഹായമുണ്ടെന്ന ഉറപ്പിനെ ഉൾക്കൊള്ളാൻ മടിയുള്ള ആളുകൾക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ശരിക്കും ഒരു ദൃഷ്ടാന്തം തന്നെയാണ്, ഒരായത്ത് തന്നെയാണ്
നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത ആ കപ്പലിൽ കയറി അവർ രക്ഷപ്പെട്ട നിമിഷവും ആ സംഭവ വികാസങ്ങളുമൊക്കെ ഇന്ന് നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു ആലം. അള്ളാഹു നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനും ജീവിതത്തിലെ അതിൻ്റെതായിട്ടുള്ള ബോധ്യപ്പെടലോടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.